നമസ്കാരം. രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെതായി തനിക്കെതിരെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് പിന്നിൽ ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം ആണെന്ന് ADGP MR അജിത് കുമാർ നിലപാടെടുത്തതായി റിപ്പോർട്ട്. അജിത് കുമാർ മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെയും ഇക്കാര്യമൊക്കെ അറിയിച്ചെന്ന് നമുക്കറിയാമല്ലോ. ഇരുവരെയും നേരിൽ കണ്ടാണ് അജിത് കുമാർ പരാതിയൊക്കെ ഉന്നയിച്ചതെന്നാണ് റിപ്പോർട്ട്. 2023 മെയ് 23 താൻ തൃശൂരിൽ വെച്ച് ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയെന്ന മാധ്യമ വാർത്തയ്ക്ക് പിന്നിലും കോവളത്ത് വെച്ച് RSS നേതാവ് റാം മാധവിനെ കണ്ടു എന്ന വാർത്തയ്ക്ക് പിന്നിലും ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള മനോജ് എബ്രഹാം ആണെന്നാണ് ADGPയുടെ ആരോപണം. ഇക്കാര്യം അന്വേഷിക്കണമെന്നും അജിത് കുമാർ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അജിത് കുമാറിനെ വ്യക്തിപരമായി ക്ഷീണമുണ്ടാക്കുന്നു എന്നതിനപ്പുറം ഇത്തരം വാർത്തകൾ CPM-നും സർക്കാരിനും തികച്ചും ദോഷകരമെന്ന് കൂടി വിലയിരുത്തുന്നുണ്ട് മുഖ്യമന്ത്രി. പരാതി ഗൗരവമായി തന്നെ കണക്കിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയോട് കാര്യങ്ങൾ ആരാഞ്ഞ മുഖ്യമന്ത്രി മനോജ് എബ്രഹാമിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയെന്നും റിപ്പോർട്ടുണ്ട്. പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനൊപ്പമാണ് മനോജ് എബ്രഹാം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്. ഇത് സംബന്ധിച്ച വിശദീകരണം മുഖ്യമന്ത്രി തേടുകയും മനോജ് എബ്രഹാം ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തതായിട്ടാണ് വിവരം. ഇപ്പോൾ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളുടെ പഴുതുപയോഗിച്ച് രഹസ്യാന്വേഷണ വിഭാഗം മേധാവി എന്ന നിലയിൽ തനിക്കെതിരെ മനോജ് എബ്രഹാം നീങ്ങുന്നുവെന്നാണ് അജിത് കുമാറിന്റെ ആരോപണം. പരാതി സർക്കാരിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് നിർണായകവുമാകും. MR അജിത് കുമാർ RSSുമായി പാലമിട്ടത് പോലീസ് മേധാവി പട്ടികയിൽ ഇടം പിടിക്കാനെന്ന വിധത്തിലൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് തടസ്സമായി നിൽക്കുന്നത് മനോജ് എബ്രഹാം ആണ് എന്നുകൂടി നമ്മൾ ഈ സമയം ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മനോജ് എബ്രഹാമിനെതിരെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ADGP അജിത് കുമാർ നൽകിയതും. തൃശൂരിൽ RSS മേധാവിയെ കണ്ട സ്വകാര്യ ആവശ്യം ഇതാണെന്നാണ് ഇതുവരെയുള്ള സൂചനകൾ. സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കോവളത്ത് വെച്ച് 2 പ്രാവശ്യം RSS നേതാവിനെ കണ്ടതിന് പിന്നിലെ ലക്ഷ്യം വേറെയാണെന്ന സംശയവും ഉയർന്നിരുന്നു. സുഹൃത്ത് അജിത് കുമാർ വിശേഷിപ്പിക്കുന്ന ആളെ കൂടാതെ മറ്റു 2 പേർ കൂടി ഉണ്ടായിരുന്നതായിട്ടും സൂചനയൊക്കെ വരികയും അവരിത് നിഷേധിക്കുകയും ഒക്കെ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇടത് സർക്കാരുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ടോമിൻ തച്ചങ്കരിക്കുണ്ടായത് തനിക്ക് സംഭവിക്കരുതെന്ന ഉദ്ദേശത്തോടെയാണ് അജിത് കേന്ദ്ര ബന്ധത്തിന് ശ്രമം തുടങ്ങിയത്. അടുത്ത ജൂലൈയിൽ നിലവിലെ പോലീസ് മേധാവി ഒഴിയുമ്പോൾ കേന്ദ്രം നൽകുന്ന 3 പേരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കാനുള്ള ശ്രമമാണിത്. അടുത്ത ജനുവരിയിൽ DGP സഞ്ജീവ് കുമാർ പട്ജോഷി വിരമിക്കുമ്പോൾ ADGP മനോജ് എബ്രഹാമും, ഏപ്രിലിൽ DGP K പത്മകുമാർ വിരമിക്കുമ്പോൾ MR അജിത് കുമാറും DGP കേഡറിലെത്തും. TK വിനോദ് കുമാർ വിരമിച്ച ഒഴിവിൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത DGP തസ്തികയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. മനോജ് എബ്രഹാമിനും യോഗേഷ് ഗുപ്തയ്ക്കും അജിത് കുമാറിനേക്കാൾ സർവീസ് ഉണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയുള്ള ബന്ധമൊരുക്കലാണ് സത്യത്തിൽ അജിത് കുമാറിന്റെ നടപടിയെന്നും വിലയിരുത്തലുണ്ട്. 30 വർഷം പൂർത്തിയാക്കിയവരുടെ പട്ടികയാണ് പോലീസ് മേധാവി നിയമനത്തിനായി കേന്ദ്രത്തിന് സമർപ്പിക്കുക. 6 മാസത്തിൽ കൂടുതൽ സർവീസ് ശേഷിക്കുകയും വേണം. കേന്ദ്രം വിവിധ പരിശോധനകൾ നടത്തിയാണ് 3 പേരുടെ പട്ടിക സംസ്ഥാനത്തിന് മടക്കി നൽകുക. അതിൽ നിന്ന് ആരെ വേണമെങ്കിലും നിയമിക്കാം. 2 പ്രാവശ്യവും സീനിയോറിറ്റി മറികടന്ന നിയമനം നൽകിയിട്ടുമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താണ് MR അജിത് കുമാർ നീങ്ങുന്നതെന്ന സൂചനകളാണ് വരുന്നത്. അതേസമയം MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയം DGP അന്വേഷിക്കുമെന്നും പറയുന്നു. പക്ഷേ ഈ അന്വേഷണം ഒരു പ്രഹസനമായിരിക്കുമെന്നുള്ളതാണ് വിവരം. കാരണം ഒരിക്കലും ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് അന്നെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മുൻപിൽ എത്തുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹം RSS നേതാക്കളെ സന്ദർശിച്ചു എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും പറയുകയുണ്ടാവുക ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. അല്ലാതെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ADGP പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് അത്രയേറെ
ഇത്രയേറെ സ്വകാര്യമായിട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് സ്വാഭാവികമായും മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെ നടത്തിയിട്ടുള്ള കാര്യമായിരിക്കും. ഇതിപ്പോൾ DGP പദവിയിലേക്ക് ADGPക്ക് വരാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് കരുതുമ്പോൾ പോലും ADGP ആയിട്ടുള്ള MR അജിത് കുമാർ പിണറായിയുടെ വാലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ സീനിയോറിറ്റി എല്ലാം മറികടന്ന് ADGPക്ക് DGP പദവിയിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും പിണറായിയുടെ അനുഗ്രഹാശിസുകളോടെ തന്നെയായിരിക്കണം RSS നേതാക്കളുമായുള്ള ബന്ധമൊരുക്കാനുള്ള ഈ ചർച്ചയ്ക്ക് ADGP MR അജിത് കുമാർ പോയത് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടിയും വരും. നന്ദി.